എന്തേ മഴ പെയ്യുന്നത്? ഇതൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് മഴ. അള്ളാഹു പറയുന്നു, ആകാശമെന്ന പുരുഷൻ, ആ പുരുഷനെ ഭൂമിയാകുന്ന മാതാവ് പെണ്ണ് സ്വീകരിക്കുന്നതിന്റെ, അവർ തമ്മിൽ ബന്ധപ്പെടുന്നതിന്റെ ലക്ഷണമാണ് മഴ എന്ന് ഖുർആൻ. ലോകത്തിൽ ഒരു ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യ ഭൂമി, ഭർത്താവ് ആകാശം. രണ്ടുപേരും തമ്മിൽ ഒന്ന് സ്നേഹിക്കാൻ തീരുമാനിച്ചു, അതാണ് മഴ. ഖുർആൻ ആകാശം പുരുഷനാന്ന് പറഞ്ഞ ഞാനല്ല, ഖുർആൻ. ആകാശമെന്ന പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളിയാണ് മഴത്തുള്ളികൾ. വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാദാ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ. അതാ ഞാൻ ആകാശമാകുന്ന പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളി ഭൂമി എന്ന മാതാവിലോട്ട് വീഴുമ്പോ, ഭൂമി എന്ന പെണ്ണിന്റെ ഗർഭപാത്രം ആകാശമെന്ന പുരുഷന്റെ സ്കലനേന്ദ്രിയമായ ഈ മഴത്തുള്ളി അവരുടെ ഗർഭാശയത്തിൽ ചെല്ലുമ്പോ, അതിലൂടെ ഭൂമി ഗർഭിണിയാകുന്നു, അവൾ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ആ പ്രസവിക്കുന്ന കുഞ്ഞാണ് ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ, ഈ കാണുന്ന സസ്യലതാദികളെന്ന് വിശുദ്ധ ഖുർആൻ. ഖുർആന്റെ സങ്കല്പമാണിത്. ആകാശവും ഭൂമിയും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അവരുടെ ഇടയിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് സസ്യം.